ഹായ് ഹലോ. അതെ, നിങ്ങൾ ഉള്ളിപ്പുട്ട് കഴിച്ച് നോക്കിയിട്ടുണ്ടോ? എന്നാൽ ഇനി പുട്ട് ഉണ്ടാക്കുമ്പോഴേ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. നമുക്ക് കറികളുടെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു പുട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക്. അതിനായിട്ട് ഞാനിതാ 1.5 കപ്പ് പുട്ടുപൊടിയാണ് കേട്ടോ എടുക്കുന്നത്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നമുക്കൊരു സ്പൂണ് വെച്ച് നന്നായിട്ട് ഈ ഉപ്പൊക്കെ എല്ലാ സ്ഥലത്തേക്കും എത്തുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഞാനിവിടെ എടുക്കുന്നത് 1.5 കപ്പ് തന്നെയാണ് കേട്ടോ. 1.5 കപ്പ് പുട്ടുപൊടിക്ക് 1.5 കപ്പ് വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെക്കാം. അപ്പോഴേക്കും ആ പുട്ടുപൊടിയൊക്കെ ഒന്ന് സെറ്റായി വരും. ഇതൊരു 15 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് ഒരു കടായി വെച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് മീഡിയം വലിപ്പത്തിലുള്ള ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. സവാളയുടെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരുന്നത് വരെ അതൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഒരു 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വേണ്ട. നമ്മൾ നേരത്തെ പുട്ടുപൊടിയിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളതാണല്ലോ, അതുകൊണ്ട് കുറച്ച് മാത്രം ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇതുപോലെ ഒന്നായിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി അതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് പുട്ടുപൊടിയിലേക്ക് 1 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഉള്ളിയുടെ മസാല ഉണ്ടല്ലോ, അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പുട്ടിൻ്റെ കുറ്റി ഉണ്ടല്ലോ, പുട്ടുകുറ്റി ഒന്നെടുത്ത് അതിലേക്ക് ചില്ലിട്ട് കൊടുത്തതിന് ശേഷം തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ പുട്ടുപൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ എല്ലാം നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ഇനി ഞാനിതൊന്ന് കുക്കറിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തൊന്ന് ആവി കയറ്റി എടുക്കുന്നുണ്ട്. ഒരു
4-5 മിനിറ്റ് മതിയാവും. അപ്പോഴേക്കും നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ അതേ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഈ കാണുമ്പോഴുള്ള ഭംഗി പോലെ തന്നെയാണ് കേട്ടോ, കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. കുട്ടികൾക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കുറച്ച് വെറൈറ്റി ആയിട്ട് കൊടുക്കുമ്പോൾ അവർക്കും ഒരു ഇഷ്ടമായിരിക്കും. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാനായിട്ട് മറന്നു പോകരുത്.